തേങ്ങ ചേർക്കാതെ തന്നെ വറുത്തരച്ച രീതിയിൽ ഒരു കടലക്കറി തയ്യാറാക്കാം. അതിനായിട്ട് 2 കപ്പ് കടല ഞാനൊന്ന് ഓവർനൈറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ കുതിർത്ത കടല ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി, 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒരു 5-6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. കടല വേവുന്ന നേരം കൊണ്ട് നമുക്കിതിനായിട്ട് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ചേർത്തൊന്ന് പൊട്ടിക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10-15 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ സ്വാദിഷ്ടമായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.